നമ്മളെ രണ്ട് വണ്ടികളും പൂജ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ സെറ്റാക്കി പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. രക്ഷയില്ലാത്ത ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വണ്ടികൾ കണ്ടോണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട്. പ്രീമിയം ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇത് പിന്നെ അതേപോലെ ഇവിടെ അങ്ങോട്ടുള്ള വ്യൂ ഇല്ലേ, ഈ ഒരു ഗ്ലാസ് അത്യാവശ്യം നല്ല കിടിലം ഒരു ബെർത്തിന്റെ ഫുൾ സ്പേസിലാണ് ഗ്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ സ്നാക്ക് ബോക്സുകൾ കിട്ടിട്ടോ. ഈ ഒരു ലഡു ആണ് കേട്ടോ ഈ ഒരു ചെറിയ ബോക്സിലുള്ളത്. പളുപ്പ് മാതിരിയുള്ള ഒരു സംഭവമാണ് കേട്ടോ. വണ്ണസിന്റെ സ്റ്റേ ഹൈഡ്രേറ്റഡ് വാട്ടർ ബോട്ടിലുണ്ട്. ഇന്ന് 4ാമത്തെ സ്ഥലത്താണ് ചെക്കിങ് വരുന്നത് കേട്ടോ. ഈ പൊങ്കലിന് ഈ ഇവന്മാര് ഫൈനിടുന്നത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് പിടിച്ചു പറയും. നമ്മളെ കേരള എംപിടിനാട്ടും കണക്കാണ്. കഷ്ടമാണ് കേട്ടോ ഇവന്മാര്. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ബാക്കിൽ നമുക്ക് പോകാനുള്ള വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ വണ്ണസ് ട്രാവൽസിൻ്റെ ഫ്ലീറ്റിലോട്ട് പുതുതായിട്ട് വന്ന 2 പുതിയ ഭാരത് ബെൻസ് ഗ്ലൈഡേഴ്സ് ബസ്സിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള അവരെ ഫസ്റ്റ് ട്രിപ്പ് കോട്ടയം തിരുവല്ല. ബാംഗ്ലൂരിൽ നിന്ന് മൂവാറ്റുപുഴ കോട്ടയം തിരുവല്ല പോകുന്ന ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സമയം 6:20 ഉള്ളൂ. നമ്മൾ പാർക്കിങ്ങിൽ വന്നതാണ് കേട്ടോ ബസ്സൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല മഞ്ഞ കളർ ഡിസൈനല്ലേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ണസിൻ്റെ വണ്ടികൾ എപ്പോഴും നമുക്ക് ഫേവറേറ്റ് വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ണസിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2 ബസ് ഇറക്കിയ സമയത്ത് 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് സെയിം ഭാരത് ബെൻസ് സെയിം MG ബോഡി. MG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ബിൽഡേഴ്സ്, ബെൽഗാവിയിലുള്ള ബോഡി ബിൽഡേഴ്സാണ്. അതേപോലെ തന്നെ വൺ ഓഫ് ദ പ്രീമിയം ബോഡി ബിൽഡർ കമ്പനി ഇൻ ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ അവരെ ഒരു പ്രീമിയം AC സ്ലീപ്പർ 36 ബർത്ത് വണ്ടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം സൂപ്പർ എക്സൈറ്റഡ്. അപ്പോൾ ഈ സൈഡിലൊക്കെ നിങ്ങൾ വണ്ണസ് ട്രാവൽസിൻ്റെ ടിപ്പിക്കൽ കളറിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. അത് വണ്ണസിൻ്റെ മറ്റേ വണ്ടി പച്ച വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ആ ഒരു ഡ്രോയിങ് കാര്യങ്ങളാണ് ഈ ഒരു സൈഡിൽ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഗ്ലൈഡേഴ്സ് ചെയ്തിട്ടുണ്ട്. www.onestravels.in ആണ് ഇവരെ ബുക്കിംഗ് വെബ്സൈറ്റ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വണ്ടി വന്ന പോലെ തന്നെ ഇന്നും നമ്മൾ 2 വണ്ടി ഒരുമിച്ചാണ് നാട്ടിലോട്ട് പോകുന്നത്. ഇത് 9 മണിക്കാണ് നമ്മൾ മടിവാളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കലാശിപ്പാളയത്ത് 6:30 കലാശിപ്പാളയത്ത് നമുക്ക് 7:00 കേട്ടോ പിക്കപ്പ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ KA 017374 ഈ 7374 തന്നെയാണ് അവർ ആദ്യത്തെ വണ്ടിക്ക് നമ്പർ വന്നത് കേട്ടോ. അപ്പം ഇത് KA 01 മറ്റേത് KA 53 കേട്ടോ. ആ ഒരു ഇത് മാത്രമേ മാറ്റുള്ളൂ. വണ്ടി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മഞ്ഞ ഹണീബി എന്നാണ് ഇവർ ഈ ബസ്സിനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പേരൊക്കെ കൊള്ളാം, അടിപൊളി. അവൻ്റെ 2ാമത്തെ ബസ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. റെഡ് ബസ്, റെഡ് ആൻഡ് റോസ്, എന്താ പറയുക, റോസ് മിക്സുള്ള റെഡ് കളറാണ് കേട്ടോ. ഈ ഒരു 2 വണ്ടികളാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് കേരളത്തിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ണസിൻ്റെ ടിപ്പിക്കൽ ബ്രാൻഡ് നെയിം കാര്യങ്ങൾ, അതായത് വണ്ണസിൻ്റെ ബ്രാൻഡ് നെയിം അവിടെ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ണസിൻ്റെ എല്ലാ വണ്ടികളിലുള്ള പോലെ തന്നെ ഫ്രണ്ടിൽ ഭാരത് ബെൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്ത് ഗ്ലൈഡേഴ്സ്, പിന്നെ ഭാരത് ബെൻസിൻ്റെ ലോഗോ, വണ്ണസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെയാണ്. വണ്ടി നമ്പർ KA 01AP 7374 മറ്റേ നമ്പർ തന്നെ. അപ്പോൾ ഈ സെല്ലിൻ്റെ LED ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടില്ലേ. വണ്ടിൻ്റെ ഇൻറ്റീരിയർ കാണാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം MG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രീമിയമാണ്. വണ്ണസ് ഒരു പ്രീമിയം സർവീസ് തന്നെയാണ് കേട്ടോ. വേറെ ആദ്യത്തെ 2 ബസ്സുകളെല്ലാം ഹിറ്റായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത വീഡിയോ ഒരുപാട് പേര് കണ്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ വണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടിൻ്റെ ബാക്കിൽ വരുന്ന കളറും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല. ട്രാവൽ വിത്ത് സ്റ്റാർ, ഇത് ഗ്ലൈഡേഴ്സിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഒരു കോട്ടാണ് കേട്ടോ അത്. ഈ സൈഡിൽ ഗ്ലൈഡേഴ്സിന് വെച്ചിട്ടുണ്ട്. ഇത് എമർജൻസി എക്സിറ്റ്. പിന്നെ ഈ ബ്രേക്ക് ലൈറ്റ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ലുക്കാണ് ഈ ഒരു ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളാണ്. MGൻ്റെ ലോഗോ അവിടെ ഉണ്ട്. അപ്പം ഈ ഒരു ബസ്സിൻ്റെ ഈ സൈഡ് കളറുകൾ ഉണ്ടല്ലേ, ഇതെല്ലാം ഡ്രോയിങ് ആണ് കേട്ടോ. ഇത് ഒരാൾ വരയ്ക്കുന്നതാണ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ഒരു ഡിസൈനാണ് ഇത്. വണ്ണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് മാത്രം മതി വണ്ണസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ വണ്ണസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും സെയിം സംഭവം തന്നെ. ഇതിൻ്റെ AC യൂണിറ്റ് ആണ് കേട്ടോ മുകളിൽ കാണുന്നത്. അപ്പം വണ്ടിൻ്റെ ഇൻറ്റീരിയറും സെയിം തന്നെ ആയിരിക്കും നമ്മൾ ഉള്ളിൽ കയറിയൊക്കെ. എനിക്ക് ആ മഞ്ഞ വണ്ടിനെക്കാട്ടിലും കുറച്ചുകൂടി അട്രാക്റ്റീവ് ഒരു റോഡ് പ്രസൻസ് ഒക്കെ രാത്രി ഒരു പ്രസൻസ് കാണിക്കുന്നത് ഈ ഒരു റോസ് കളർ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2 വണ്ടി ഒരുമിച്ച് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് മടിവാളയിലോട്ട് ഇപ്പോൾ എടുക്കട്ടെ ഇവിടുന്ന്. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ ഭാരത് ബെൻസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. എൻജിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ബസ് ക്യാബിനുകളും അടിപൊളി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്.
ഭാരത് ബെൻസിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ സ്റ്റീറിംഗ് വീലാണ്. സ്റ്റീറിംഗ് വീലിലുള്ള കൺട്രോളുകളും കാര്യങ്ങളൊക്കെ കാറിലൊക്കെ ഉള്ള പോലെ തന്നെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളൊരു ഡാർക്ക് ബ്രൗണോ എന്താ ഒരു ചോക്ലേറ്റ് കളറിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ സ്റ്റീറിംഗ് വീല് വരുന്നത്. സ്റ്റീറിംഗ് വീല് ഇവിടെ ഭാരത് ബെൻസിന്റെ വലിയൊരു ലോഗോ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കൺട്രോൾസ് ഉണ്ട് കേട്ടോ. ഇതിൽ മറ്റേ മീറ്റർ കൺട്രോൾസും കാര്യങ്ങളും, പിന്നെ അതേപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഫോൺ കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് ഡിവൈസ് കാര്യങ്ങളുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. A10 അപ്പം നമ്മളങ്ങനെ മടിവാളയിലെ ബോർഡിംഗ് പോയിന്റിൽ വന്നിരിക്കാനുണ്ടോ. വണ്ടിക്ക് ഇനി ഇവിടുന്ന് ഒരു പൂജ ചെയ്യാനുണ്ട് കേട്ടോ. ആ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. വണ്ടി ലൈറ്റ് ഇട്ട സമയത്താണ് കേട്ടോ വണ്ടിന്റെ ഈ ഒരു ലുക്കും ഈ ഒരു പെയിന്റിങ് എന്താണെന്നുള്ള നമ്മൾ അങ്ങോട്ട് കാണുന്നത്. പകൽ വെളിച്ചത്തിനാട്ടിലും നല്ല രസം വണ്ടി കാണാൻ ഈ ഒരു ടൈമിലുള്ള ഈ ഒരു ലുക്കാണ് കേട്ടോ. ഈ ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്തൊരു രസമാണ് വണ്ടി. അതിൻ്റെ നേരെ വേഗിൽ നമ്മളെ റെഡ് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി കുറച്ച് മുന്നോട്ട് വേണ്ടി വരും. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുരഹരൻ്റെ B11R സ്ലീപ്പറാണ് കേട്ടോ പോയത്. അവരെ പിക്കപ്പ് പോയിന്റിലോട്ട് വന്നതാണ് കേട്ടോ. ആ വണ്ടി കൊണ്ട് പാസ് ചെയ്ത് പോയിട്ടുള്ള അതിൻ്റെ ആ ഒരു ലിവറിൻ്റെ ലുക്കിങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ. മുരഹരൻ്റെ വണ്ടികളൊക്കെ നമുക്ക് എന്നും ഫേവറേറ്റ് ആണ്. ഇതേപോലെ തന്നെ നമ്മളെ 2 വണ്ടികളും പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റാക്കി പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആഹാ എന്തായാലും ലുക്ക്. ഈ ചുവപ്പ് വണ്ടി ഒരു പ്രത്യേക രസമല്ലേ ഈ ലൈറ്റ് അടിക്കുന്ന ആ സമയത്ത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മഞ്ഞനാട് രസം ഈ ഒരു ചുവപ്പ് വണ്ടിയാണ് കേട്ടോ കാണാൻ ലുക്ക്. രാത്രി ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കൂടി വരണം. വണ്ടിന്റെ ഇന്റീരിയർ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉൾഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ടിൻഡഡ് ഗ്ലാസ് ഒന്നല്ല, പൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വണ്ടികൾ രണ്ടെണ്ണം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ 2 വണ്ടികളിൽ ഏത് വണ്ടിന്റെ പെയിന്റിംഗ് ആണ് കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ള ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളെ വണ്ടിന്റെ പൂജ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കേരള ലൈൻസിൻ്റെ സ്ലീപ്പർ വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ വണ്ടിയാണ് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷ് ആയിരിക്കും. എല്ലാ വണ്ടികളും സർവീസും നടത്തും, ഒറ്റ വണ്ടി നിർത്തിയിടൂല. അപ്പോൾ നമ്മൾ വണ്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ്. വണ്ണസിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ് ഈ കാണുന്നത്. ഞാൻ വ്യക്തമായൊരു ബാക്ക് ക്യാമറയിലിട്ട് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമുണ്ട് കേട്ടോ. ആ ബ്രാൻഡ് ന്യൂ ആ സ്മെല്ല് ഇതിനുള്ളിൽ കൂടെ കയറുന്നേരം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഭാരത് ബെൻസിൻ്റെ MG ബിൽറ്റ്, ബെൽഗാവിയിലുള്ള MG ബിൽറ്റ് 36 ബെർത്ത് സ്ലീപ്പർ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. 2x1 കോൺഫിഗറേഷനിലാണ് കേട്ടോ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ലീപ്പർ ബസ്സുകളും 2x1 കോൺഫിഗറേഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ മുകളിൽ 18 ബെർത്ത്, താഴെ 18 ബെർത്ത്, ടോട്ടൽ 36 ബെർത്തുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡബിൾ ബെർത്തുകളൊക്കെ കാണുമല്ലോ, അത്യാവശ്യം നല്ല കിഡിലൻ സ്പേസിൽ നല്ല ഒരു ടോപ്പ് ക്ലാസ് കളർ തന്നെയാണ് കേട്ടോ ഈ ഒരു കളർ ഗ്രേഡിങ്. അപ്പം ഇതിൻ്റെ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് MG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് മെയിനായിട്ട് ബോഡി ബിൽഡേഴ്സിൽ ഒരുപാട് ടീമുണ്ട്. അപ്പോൾ അതിൽ MG എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസൊക്കെ ബാക്കിയുള്ള പ്രകാശവും ബാക്കിയുള്ള ബോഡി കമ്പനികളിൽ നിന്ന് കൂടി കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ് ഈ ഒരു ബോഡി ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ഒരു ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു ബോഡി ബിൽഡിംഗ് കമ്പനിയാണ് MG. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര പ്രീമിയം ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നതിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രീമിയം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡക്റ്റുകളും ലെതറുകൾ യൂസ് ചെയ്ത സംഭവങ്ങളും സീറ്റിൻ്റെ ഈ ഒരു കംഫിനെസ്സും എല്ലാം അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ വണ്ണസിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള കളറിൽ വന്നിട്ടുള്ള ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വണ്ണസിൻ്റെ ലോഗോ ഉണ്ട്, പില്ലോയിലും വണ്ണസിൻ്റെ ലോഗോ ഉണ്ട്, ഇതിൻ്റെ ബെഡ് കവറിലും വണ്ണസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മീഡിയം കർട്ടൺ വന്നിട്ടുണ്ട്. 4 AC വെൻറ്റുകളുണ്ട് കേട്ടോ. ഏഷ്യറിൻ്റെ വണ്ടികളിലും JCBയുടെ ബോഡിയിലൊക്കെ നമ്മൾ ഈ ഒരു വെൻറ്റുകൾ അത്ര കണ്ടിട്ടില്ല. 4 വെൻറ്റ് പ്ലസ് ഈ ഒരു സൈഡിലൊരു AC വെൻറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഇല്ലേ, ഈ ഒരു ഗ്ലാസ് അത്യാവശ്യം നല്ല കിടിലം ഒരു ബെർത്തിൻ്റെ ഫുൾ സ്പേസിലാണ് ഗ്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ വ്യൂ ഉണ്ട് കേട്ടോ പുറത്തോട്ടേക്ക്. അപ്പോൾ വ്യൂ ഒന്നും മറച്ചിട്ടുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നും ഇതിലില്ല. നല്ല വ്യൂവും കാഴ്ചകൾ കണ്ടു പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ ആണ് കേട്ടോ അത്. പിന്നെ ആ സൈഡിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ചാർജിങ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സംഭവമാണ് ഇവിടെ ഈ ഒരു ഫുൾ സൈസ് പ്ലഗും ഒരു USB ഫുൾ സൈസും ഉണ്ട്. പവർ ഡെലിവറി സീപോർട്ട് ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു റീഡിംഗ് ലാബും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. AC 4 MGൻ്റെ AC വെൻറ്റുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓഫ് ഓണും ചെയ്യുന്ന AC വെൻറ്റുകളാണ് ഇതിലുള്ളത്. പിന്നെ മീഡിയം കർട്ടണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡബിൾ ബർത്തിലുള്ളത് കേട്ടോ. അപ്പം വണ്ടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ലൈറ്റ്, ബ്ലൂ കളർ ലൈറ്റ് എല്ലാം കൂടി ആയിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു സൂപ്പർ ഫീലിംഗ് തന്നെയാണ് MGൻ്റെ ബോഡി കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ സൈഡിൽ പിടിച്ച് കയറുന്ന ഇതും പിന്നെ അതേപോലെ ഇതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അല്ലേ, അതും ഒരു രക്ഷയില്ല. നല്ല കിഡിലും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ AC യൂണിറ്റ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ നല്ല കൂളിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് ഈ ഇങ്ങനത്തെ ഫ്രണ്ട് എഞ്ചിൻ വണ്ടികളിൽ ബാക്കിലോട്ടാണ് നമുക്ക് നല്ല സൗണ്ടൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ ഭാരത് ബെൻസിൻ്റെ ഫ്രണ്ട് എഞ്ചിൻ വണ്ടികളിൽ സൗണ്ട് നോയ്സ് ബാക്കി ഐശ്വറിനെയും ലൈലാൻഡിനെ കമ്പയർ ചെയ്തിട്ട് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ഇനി ബോർഡിങ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ ഇവിടെ എമർജൻസി ഡോറ്, ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ഈ ഹാമർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലഗേജ് റെസ്റ്റ് ചെയ്യുന്നത് ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സിംഗിൾ ബർത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിഡിലൻ സ്പേസുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബാക്ക് സപ്പോർട്ടും കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ല ഇവിടെ ഇരിക്കാൻ പറ്റുന്ന അതും ഓക്കെയാണ് കേട്ടോ. ഞാൻ എൻ്റെ സീറ്റ് കയറി കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലോവർ ബർത്തുകളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ലോവർ ബർത്ത്. ലോവർ ബർത്തും മുകളിലത്തെ ബർത്തും സെയിം തന്നെയാണ് കേട്ടോ. ഹൈറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. മുകളിലത്തെങ്ങാട്ടി കുറച്ചുകൂടി ഒരു ഹൈറ്റ് ഈ ഒരു ലോവർ ബർത്തിനുണ്ടാവും. പിന്നെ മുകളിലാണെങ്കിലും താഴത്താണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ ഒരേ കംഫർട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ സ്നാക്ക് ബോക്സുകൾ കിട്ടിട്ടോ. ഈ ഒരു സ്നാക്ക് ബോക്സും ഈ ഒരു ജ്യൂസും എല്ലാ ട്രിപ്പിലും ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഒരു ലഡു ആണ് കേട്ടോ. ഇത് കാണിച്ചു തരാം. യെസ്, ഒരു ലഡു ആണ് കേട്ടോ ഈ ഒരു ചെറിയ ബോക്സിലുള്ളത്. പിന്നെ ഇതൊരു ഫ്രൂട്ട് ഡ്രിങ്ക് ആണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഫ്രൂട്ടിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ള നല്ലൊരു പഴുപ്പ് മാതിരിയുള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ലൊരു പാക്കേജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചിപ്സ്, പിന്നെ ഒരു കടലമിഠായി, ഒരു കേക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് വണ്ണസിൻ്റെ സ്റ്റേ ഹൈഡ്രേറ്റഡ് വാട്ടർ ബോട്ടിലുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റിന് 150-100 രൂപ ഒക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കമ്പനി വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ അസിസ്റ്റൻസിനും നിങ്ങൾ കമ്പനി വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എളുപ്പം കേട്ടോ. ഇവർ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവും. റെഡ് ബസ്സിനെക്കാട്ടിൽ നല്ലത് കമ്പനി വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ.
അപ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളം ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം. ഇതെല്ലാം കൂടി നല്ലൊരു പൈസൻ്റെ സാധനം ഉണ്ട് ഇതിൽ. ഒരു സൂപ്പർ ഒരു പരിപാടിയാണ് ഈ സ്നാക്ക് ബോക്സ് എന്ന് പറഞ്ഞത്. സംഭവം ചെറുതാണെങ്കിലും ഇത് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് വലുതാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമാണത്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ. അത് തീരുന്ന എങ്ങനെയാ അറിയാൻ വല്ല മാർഗമുണ്ടോ വിഷ്ണു? രാവിലെ ഐറ്റിയർന്ന് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ? പക്ഷെ ഇത് രണ്ടുകൂടെ കിടക്കുന്നതുകൊണ്ട് ഏതാന്ന് വെച്ചാൽ ലെഫ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് കയറി പോവാം. നമുക്ക് നോക്കട്ടെ. ഇങ്ങോട്ടൊന്ന് നോക്കിയിട്ട് കയറിയാൽ എല്ലാം അവനെ ലെഫ്റ്റിലോട്ട് കയറി കടത്തിന്റെ പല ചേട്ടൻ അവിടെ ഇറങ്ങും അല്ലേ? ആലുവയിലെ അല്ല ആലുവയല്ല സോറി കാലടി സിഗ്നൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഓഫീസിന്റെ ഭാഗം. നീ അറിയുന്നോ കൂട്ടിയില്ല?
NSന്റെ നീല വണ്ടിയാണ് കേട്ടോ ആ പോയത്. തിരുവല്ല റൂട്ടിൽ ആലപ്പുഴ വഴി പോകുന്ന വണ്ടി ഫ്രണ്ടിൽ കയറി പോയിട്ടോ. നമ്മളിവിടെ RTO പേപ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പേപ്പർ കാണിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അത് RTO ഒന്ന് ഈ ഒരു തിരക്കുള്ള സമയം വേറെ ഇവിടുത്തെ RTOനുള്ള ഒരു തമിഴ്നാട് RTOനുള്ള ഒരു സൂക്കടാണത്. നമ്മളെ MVD കേരള MVD പോലെ തന്നെ എല്ലാ ബസ്സുകാരെയും കണ്ടോ ചാടി പിടിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റീസണ് ഇന്ന് ഒന്നാമത് വീക്കെൻഡാണ്. പിന്നെ പൊങ്കലിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ സ്പെഷ്യൽ പെർമിറ്റ് ഇല്ലാത്ത വണ്ടികൾ ഓടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ പിടിച്ചിട്ട് പരിശോധിക്കുന്നത് കേട്ടോ. JSRന്റെ ഒരു സ്ലീപ്പർ വണ്ടിയാണ് കേട്ടോ. അവരെ പിടിച്ച സീറ്റ് കം സ്ലീപ്പറാണ് കേട്ടോ. ഈ വണ്ടിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഉടൻ വരുന്നതാണ് കേട്ടോ. അപ്പുറത്താ നിങ്ങളെ സൈഡാണ്. എൻ്റെ ബാഗെല്ലാം എടുത്ത് നിലത്തിട്ടിടാൻ പോണ. റൈറ്റ് പോട്ടെ. നോക്കണോ സൈഡ്?
സൈഡുണ്ട് സൈഡുണ്ട്. ഹൈബ്രിഡ് വരട്ടെ. പോലീസ് പാർക്കിങ്ങുകാർക്കുള്ളതാ.
സമയം 3:28 നമ്മൾ പെരുന്തുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സമയം ലേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ KSRTC ഹൈബ്രിഡ് സീറ്റ് കം സ്ലീപ്പർ വണ്ടിയാണ് കേട്ടോ. ആ വണ്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഡ്രൈവർ ആബിയാട്ടൻ വന്നിട്ടുണ്ടായിരുന്ന സെയിം ക്രൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ എറണാകുളം വണ്ടികളൊക്കെ കയറി വരൽ തുടങ്ങിയിട്ടുണ്ടോ. KSRTCൻ്റെ ഐരാവത് ക്ലബ് ക്ലാസ് വണ്ടിയാണ് കേട്ടോ അത്. അതൊക്കെ നമ്മൾ അറിയുന്ന ഡ്രൈവേഴ്സാണ് കേട്ടോ. പൊളി. അവിടെ പറക്കും. ഇവിടെ ഒരു സ്ലോ ആ. നയനാർ എവിടുന്ന് കിട്ടിയതാ? ഈ തമിഴ്നാട് RTO വൻ സീനാട്ടോ. എല്ലാ വണ്ടിനെയും പിടിച്ച് കയറ്റുന്നുണ്ട്. അസുൽ ട്രാൻസ്പോർട്ടിന്റെ ചെന്നൈ, കോയമ്പത്തൂർ, കോഴിക്കോട് വണ്ടിയാണെന്ന് തോന്നുന്നു. അല്ലെ ചെന്നൈ, എറണാകുളം വണ്ടിയാണോ അറിയില്ല. അസുലിന് ഒരുപാട് സ്കാനിയ സെമി സ്ലീപ്പർ വണ്ടികളുണ്ടല്ലോ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പിടിച്ചിട്ട് ഇവന്മാർ ഫൈനിടുന്നത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് പിടിച്ചു പറയും. നമ്മളെ കേരള എംപിനാട്ടും കണക്കാണ്. കഷ്ടമാണ് കേട്ടോ ഇവന്മാർ. അസുൽ ഇന്ന് 4ാമത്തെ സ്ഥലത്താണ് ചെക്കിങ് വരുന്നത് കേട്ടോ. ഈ പൊങ്കലിന് ഈ തമിഴ്നാടിൻ്റെ ആൾക്കാർ RTO ചെയ്യുന്നൊരു ഡാഷ് പരിപാടിയാണ് ഈ സംഭവം. നമ്മളെ കേരള MPD ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന വലിയ പിടിച്ചു പറയാന്മാരെന്ന്. ഇവന്മാർ 5000, 2500 എല്ലാ വണ്ടി വെച്ചിട്ട് 2500 വെച്ചിട്ടാണ് പിടിക്കുന്നത്. അവിടെ RTO ചെക്ക് ചെയ്തത് അവർ ഇല്ലാത്ത കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് 2000 രൂപ ഫൈൻ അടിപ്പിക്കും കേട്ടോ. ഈ തമിഴ്നാട്ടിൽ ഈ പൊങ്കൽ എല്ലാ സീസണിലുള്ള സമയത്ത് ഈ RTOക്കാരുടെ ഒരു സ്വഭാവമാണിത്.
ഭാഗ്യം. അങ്കമാലിന്റെ അല്ലേ ഇത്? നമ്മളെവിടെ നിക്കാണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാ ഒരെണ്ണം 1 മണിക്കൂർ ലേറ്റും ഞാനതിന്റെ വരുന്നോ അത് അങ്ങനെ ശരി വെയിറ്റ് നടക്കണോ? അങ്ങനെ അല്ലല്ലേ പറഞ്ഞത്. ഞങ്ങള് തിരുവല്ല ആളിനെ ഇറക്കിയിട്ട് അങ്ങനല്ലേ പറഞ്ഞ മണിക്കൂർ ചേട്ടാ. അപ്പോൾ നമ്മളെ ട്രിപ്പ് തിരുവല്ലയിലാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പം കോട്ടയം നിന്ന് തിരുവല്ല വന്നിടത്തുനിന്നാണ് നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, കോഴിക്കോട് കൊടുവള്ളിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ നേരെ അവരെ കൂടെ തന്നെ ആലപ്പുഴ വന്നു. അവിടുന്ന് ഞാൻ ബസ് കയറിയിട്ടാണ് ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ ഇടണമല്ലോ. അപ്പോൾ ട്രിപ്പ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ണസിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ട്, എല്ലാം അടിപൊളി തന്നെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്തവർക്കും അവരെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഓൺ ടൈം എത്താൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പാണ്, വണ്ടി സെറ്റ് ആവുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നല്ല ട്രാഫിക്കാണ്, പൊങ്കലിൻ്റെ ലീവ്, വീക്കെൻഡ്. അപ്പോൾ ലോങ് വീക്കെൻഡ് ആകുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ലേറ്റ് ആയി കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ വണ്ടി കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ യാത്ര ചെയ്യുന്നവർക്ക് താഴെ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. പിന്നെ അവരെ കസ്റ്റമർ കെയർക്ക് സപ്പോർട്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യുന്ന നിങ്ങൾ onestravels.in കയറിയിട്ട് ബുക്ക് ചെയ്യാൻ നോക്കട്ടോ. അതിൽ നിങ്ങൾക്ക് 150-200 രൂപേൻ്റെ ഇടയിലുള്ള ഒരു ഓഫർ പ്രൈസ് എപ്പോഴും ഉണ്ടാകുന്നതാണ് കേട്ടോ. ഈ വീക്കെൻഡ് സമയത്തൊക്കെ, വീക്ക് ഡേയ്സിലൊക്കെ 1100, 1200 ആ ഒരു പ്രൈസിലാണ് സ്റ്റാർട്ടിങ് ഉണ്ടാവുക. നമ്മൾ വെള്ളിയാഴ്ച സർവീസ് നടത്തിയത് ഒരു 1600, 1800 റേഞ്ച്, ആ ഒരു റേഞ്ചിലായിരുന്നു ഇന്നലത്തെ സർവീസ് നടന്നത് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടാണ്. ബാക്കിയുള്ള ബസ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഡൈനാമിക് പ്രൈസിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പം ബുക്ക് ചെയ്യേണ്ടത് onestravels.in കയറിയിട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സിലൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് അധികം ഈ ടോയ്ലറ്റ് ബ്രേക്ക് ഉണ്ടല്ലോ, ഈ യൂറിൻ പാസ് ചെയ്യാനുള്ള ബ്രേക്ക്. അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് യൂറിനൊക്കെ പാസ് ചെയ്ത് ഫ്രീ ആയിട്ട് കയറാൻ നോക്കുക. ഒറ്റ ടോയ്ലറ്റ് ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ രാത്രി 9 മണിക്കാണ് നമ്മൾ മടിവാള എടുക്കുന്നത്. മടിവാള പാസഞ്ചർ, അതിൻ്റെ മുമ്പ് കയറുന്നവർക്ക് മടിവാള നമ്മൾ പാസഞ്ചർ പിക്കപ്പിൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റോളം സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു അവസരമുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ടോയ്ലറ്റിൽ പോയി എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്തുരൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് ഏകദേശം ഒരു 12:30 ഒരു 1:30 ഇടയിലാണ് നമ്മൾ പെരുന്തുരൈ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുക. അവിടെയാണ് അടുത്ത ടോയ്ലറ്റ് ബ്രേക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ ടോയ്ലറ്റ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മിനിറ്റ് പോരെ നിങ്ങൾ ചോദിക്കും. പക്ഷേ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ നിർത്തുന്ന സമയത്ത് നമ്മളൊരു 10-50 വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകും. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഓവർടേക്ക് ചെയ്തേ 50 അല്ല, അതിൽ കൂടുതൽ വണ്ടികൾ, ലോറിക്കാർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും. അവരൊക്കെ തിരിച്ച് ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലെത്തുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ മദ്യപിച്ചിട്ടൊക്കെ വണ്ടി കയറുന്ന ആൾക്കാരെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എവിടെയാണോ കംപ്ലയിൻറ്റ് വരുന്നത് അവിടെ ഡീബോർഡ് ചെയ്തിട്ട് പോകും, ഇറക്കിയിട്ടിട്ട് പോകും. പിന്നെ ലേഡീസൊക്കെ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ മദ്യപിച്ച് ഈ നൈറ്റ് സർവീസ് വണ്ടികളിൽ കയറാതിരിക്കട്ടോ. onestravelsൻ്റെ വണ്ടി എന്നല്ല, ഒരു വണ്ടിയിലും കയറാതിരിക്കുക. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മദ്യപിച്ചിട്ട് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ബോർഡ് ചെയ്യാൻ ആദ്യം തന്നെ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ വീണ്ടും എടുത്തു പറയാം, വണ്ടിയിൽ വെള്ളം അടിച്ചിട്ട് ഈ സ്മെല്ലും അലമ്പൊക്കെ ആയിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. വണ്ടിയിൽ ബോർഡ് ചെയ്യാൻ സമ്മതിച്ചൊന്നും വരില്ല. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ഓൺ ടൈം വണ്ടി ഓടിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ബസ്സിൻ്റെ റൂട്ട് വരുന്നത് ഞാൻ ഒന്നുകൂടി പറയാം. ബാംഗ്ലൂർ, സേലം, കോയമ്പത്തൂർ, അവിടുന്ന് പാലക്കാട്, മണ്ണൂത്തി ബൈപ്പാസ്, പിന്നെ അവിടുന്ന് അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർ, മൂവാറ്റുപുഴയിൽ നിന്ന് പാല, അവിടുന്ന് കോട്ടയം, തിരുവല്ല. അതാണ് നമ്മളെ റൂട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം എൻ്റെ വീട്.